ശ്രീ സന്ദീപാനന്ദഗിരി സ്വാമി, നോക്കൂ, ഈ കത്തോലിക്ക സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കണിശതയുടെയും കർക്കശത്തിൻ്റെയും ഒക്കെ നാളുകൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അനുനിമിഷം മാറാനും മാറി ചിന്തിക്കാനും പുരോഗതിയിലേക്ക് പോകാനുമുള്ള ഒരു പരിണാമത്തിൻ്റെ വലിയ വാതിൽ എപ്പോഴും കത്തോലിക്ക സഭയിൽ സാധ്യതയായുണ്ട്. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ചത് മാതൃകയാണ്. അവിടെ മനുഷ്യപക്ഷത്തിൻ്റെ പുരോഗതിയിലേക്ക് കൃത്യമായി നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നത്. ഇവിടെ ഷൈജു ആൻ്റണി പറഞ്ഞ ഓരോ വിഷയങ്ങളും ഞാൻ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹം വ്യതിരിക്തമായൊരു ഹൃദയപക്ഷ മനുഷ്യപക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. മതവും അതിൻ്റെ വേലിക്കെട്ടിൻ്റെ സങ്കുചിതയുമല്ല, അതിനതീതമായ ഒരു ആത്മീയതയുടെ വശത്തെയാണ് ലോകത്തെ അദ്ദേഹം പരിചയപ്പെടുത്തിയത്, അല്ലേ സ്വാമി സന്ദീപാനന്ദഗിരി? രേഖപ്പെടുത്തുന്നു. നമുക്ക് തോന്നുന്നത് ഇവിടെ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ തന്നെ, കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇതുവരെ ആരും പറയാത്ത, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാ. പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പടിയല്ല, എത്ര പടി എന്ന് എണ്ണാൻ പറ്റാത്തത്ര പടി കടന്നു പറഞ്ഞു. മനുഷ്യൻ നന്നാവാൻ മതം ആവശ്യമില്ല എന്നുള്ളത്, അല്ലേ? അപ്പോ അത് വല്ലാത്തൊരു പറച്ചിലാണ്. ഒരു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നത് ഇതൊരു കത്തോലിക്ക സഭയുടെ നേതാവ് എന്നതല്ല. വാസ്തവത്തില് ഇന്ന് ലോകത്തിന്റെ ഒരു നേതാവായിട്ടാണ്. നേരത്തെ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഏത് വിഷയത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടപെടാത്തത്, സംസാരിക്കാത്തത്? ആമസോൺ കാടുകൾ കത്തിയെരിയുന്ന സമയത്ത്, ഈവൻ നമ്മുടെ കേരളത്തെ സഹായിക്കണം, അവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയതും ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നതും, കേരളത്തെ സഹായിക്കണം എന്ന് പറഞ്ഞത്, എന്തൊക്കെ നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ. ഈവൻ റിപ്പബ്ലിക്കൻ ആയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുക എന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. നമ്മൾ അവിടെ ഉള്ള സമയത്തായിരുന്നു അത്. അപ്പോ ഈവൻ ഡെമോക്രാറ്റ്സിനൊക്കെ ആനന്ദമായിരുന്നു അത്. അതൊരു വല്ലാത്ത ഒന്നാണ്. അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയത്തില്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അഭയാർത്ഥി വിഷയത്തില്, എല്ലാറ്റിലും കണിശവും അതേസമയം ക്രിസ്തുദേവന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞുവല്ലോ, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ട്രംപ് രണ്ടുപേരെയാ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞത്. ഒന്ന് കമല ഹാരിസിനെ, ഈ കമല ഹാരിസിനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നു ലോകത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖിക്കാത്ത ഒരാൾ ട്രംപ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ലോകത്തിന്റെ മുന്നിൽ ഇത്രമേൽ വല്ലാത്തൊരവസ്ഥയിൽ, കാരണം പരസ്യമായി ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചിട്ടുള്ളത് പോപ്പിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു. അത് സ്വാമിജി, അത് യഥാർത്ഥത്തിൽ ട്രംപിനോട് മാത്രമല്ല, ഭിന്നതയുടെ മനുഷ്യ കുലത്തെ വിഭജിക്കുന്ന എല്ലാവരുടെയും പ്രതീകമായാണ് അവിടെ ട്രംപിനെ പാപ്പ വിമർശിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും. അബുദാബിയിൽ അദ്ദേഹത്തിന്റെ വിസിറ്റ് എന്തൊരു ഇതായിരുന്നു. അറബ് സമൂഹവുമായിട്ട്, അല്ലെങ്കിൽ ഇസ്ലാം മതവും ക്രിസ്തു മതവും, മതങ്ങളുടെ സമന്വയത്തെക്കുറിച്ച് നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള ആളുകള് ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം അവിടെ കൊടുത്ത സമയത്ത് അതിനെ സ്വീകരിച്ചിട്ടുള്ളത്, അദ്ദേഹം നമുക്ക് തോന്നുന്നത് അത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു പോപ്പാണ്. ഫുട്ബോളിന്റെയും വിപ്ലവത്തിന്റെയും അതിന്റെയൊക്കെ ഒരു ചേരുവ അത് അദ്ദേഹത്തിൽ ഉണ്ടത്. അദ്ദേഹം പല സന്ദർഭങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന്റെ മുന്നില് ഏറ്റവും നല്ല മനുഷ്യരെ അദ്ദേഹം കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവമുണ്ട്. അവർ മതമുള്ളവരല്ല. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇതൊക്കെ നമ്മുടെ ലൈംഗികത, പാപത്തിന്റെ സന്തതി എന്ന് പറയുന്നിടത്ത് അദ്ദേഹം അതിനെ പൊളിച്ചെഴുതുന്നുണ്ട്. അതിനെ ഒരു ഡിവൈൻ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. എല്ലാം തന്നെ എല്ലാ കാര്യത്തിലും അതുപോലെ കുംഭസാരത്തിന്റെ കാര്യത്തില്, ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിവാഹിതരായിട്ട് പള്ളിയിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ, പുരോഹിതന്മാരോട് അവരെ ആശീർവദിക്കണം എന്ന് പറയുന്നത് എന്തെന്ത് വിപ്ലവാത്മകമായിട്ടുള്ള. നമുക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയുടെ മുന്നിൽ, ഇനിയുള്ള പോപ്പിന്റെ മുന്നിൽ വലിയ ചാലഞ്ച് ഉണ്ട്. കാരണം ഈ കത്തോലിക്ക സഭയ്ക്ക് തന്നെ വലിയൊരു അംഗീകാരവും
മതത്തിന് തന്നെ, മതങ്ങളോട് ആളുകൾക്ക് ഈർഷ്യ മുഴുവൻ പോപ്പിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ആ പേര് പോലെ തന്നെ അദ്ദേഹം എന്തിനാണോ ആ പേര് തെരഞ്ഞെടുത്ത് അതിനെ അന്വർത്ഥമാക്കി. അതെ അതെ, അസീസിയയിലെ ഫ്രാൻസിസ് ദാരിദ്ര്യത്തിനെതിരെ പോരാടിയ മനുഷ്യൻ. സിമ്പിൾ ആയിരുന്നു. ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ഗാന്ധിജി നടത്തിയതുപോലെ അതിനപ്പുറത്തേക്ക്, കാരണം അങ്ങേയറ്റം സംഘർഷ ഭൂമികയിലേക്ക് സമാധാനത്തിന്റെ ദൂതനായിട്ട് യേശുദേവനെ പോലെ തന്നെ, യേശുദേവന്റെ പ്രതിരൂപമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ലോകത്തിന്റെ നഷ്ടം എന്ന് പറയണം. കാരണം ലോകം ഇങ്ങനെയുള്ള ആളുകളിൽ അഭയം കണ്ടിരുന്നു. ലോകം ഒരു സമയത്ത് വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അതേ സമയത്ത് ഒരു അഭയമായിട്ട്, ഒരു അത്താണിയായിട്ട് ഒക്കെ ഉള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജന്മമാണ് തീർച്ചയായും ഫ്രാൻസിസ് മാർപ്പാപ്പ. തീർച്ചയായും സോമൻജി.